ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലാണ്. ഇറ്റലി, സമയം 15:33. നമ്മളിപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഓസ്ട്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓസ്ട്രിയ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 3:30 മണിയായി. നമുക്കിനി ഒരു 1/2-3 മണിക്കൂർ കൊണ്ട് പിടിക്കും ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രിയൻ ബോർഡറിലേക്ക് കയറാനായിട്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് 120 കിലോമീറ്ററാണ് ലോഡ് ഇറക്കാനുള്ള ആദ്യത്തെ സ്ഥലത്തേക്ക്. പിന്നെ അവിടെ നിന്നും ഒരു 200 കിലോമീറ്റർ അടുത്തുണ്ട്, 200 ചില കിലോമീറ്റർ ഉണ്ട് രണ്ടാമത്തെ സ്ഥലത്തേക്ക്, ഓസ്ട്രിയയിൽ തന്നെ. അപ്പം നമുക്ക് പൂക്കളാണ്, സ്പെയിനിൽ നിന്നുള്ള പൂക്കളാണ്. അപ്പം നമ്മൾ ഇന്ന് കാലത്ത് 2 സ്ഥലത്ത്, അതായത് ഇറ്റലിയിൽ 2 സ്ഥലത്തായിട്ട് ലോഡ് ഇറക്കി. ഇറ്റലിയിൽ മിലാനിൽ 2 സ്ഥലത്തായിട്ട്. അതിനുശേഷം നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. അതെ, ക്രിസ്മസ് ട്രീ പോലെ എല്ലാം റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇനി മാലുകൾ മാത്രം ഇട്ടാൽ മതി. ഇവിടെ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല മഞ്ഞുവീഴ്ചയുള്ള സ്ഥലമാണ് ഇവിടെ. എങ്കിലും തണുപ്പ് -3 അതിലും നിൽപ്പുണ്ട്. കുറച്ച് നേരത്തെ വന്നപ്പോൾ 1 പിന്നെ അത് 0-ലേക്ക് കയറി. അങ്ങനെ ചെറുതായിട്ട് തണുപ്പ് കയറി വരുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മളപ്പോൾ കുറച്ച് നേരത്തെ വണ്ടി നിർത്തി റെസ്റ്റ് എടുത്തു. അതിനുശേഷം ആദ്യമേ എടുത്താണ് വണ്ടി. ഐസുള്ള സ്ഥലമായതുകൊണ്ട് ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് എനിക്കൊരു താല്പര്യക്കുറവുണ്ട്. കാരണം ഈ റൂട്ട് എനിക്കറിയില്ല. അപ്പം എന്തായാലും നമ്മൾ ഫ്രോന്തേരയിലേക്ക് എത്തി. ഫ്രോന്തേര കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ അവിടുത്തെ ടോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അതേ, ഓസ്ട്രിയയിലെത്തി കറക്റ്റ്. എന്തായാലും ഇതാണ് സംഭവം. ഇവിടുത്തെ ടോളിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും അത്യാവശ്യം തിരക്കുകളില്ലാത്ത രീതിയിൽ മഞ്ഞൊക്കെ മൂടി കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഫ്രോന്തേരയാവുന്നത്. ഓ, ഇത് പണിയാണുള്ളത്. ഗോ എന്ന് പറയുന്ന സംഭവമാണ്. അടിച്ചിട്ട് വേണം പോകാനായിട്ട്. നമ്മളതിൽ ഗോയൊന്നും ഇല്ല. ഇത് വെച്ച് അടിച്ച് പോവാന്ന് പറയുന്നവർ. ഇതാണ് ഇവിടുത്തെ സംഭവം. ട്രക്ക് അതിൽ തിരിച്ച് വിട്ടിട്ടുള്ള പരിപാടികളാണ്. ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ സൈഡിൽ കൂടെ നടപ്പുണ്ട്. നോ ഐഡിയ. 1200 1100.
ഓ, നന്നായിട്ട് പൊടി പൊങ്ങണുണ്ട്. In 50 meters, continue on to A13, E45. GPS signal lost. അടിപൊളി. അല്ല പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഇനി 166 കിലോമീറ്ററാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. നമ്മൾ എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ ഗോ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എന്നാണ് പറയണത്. എനിക്കറിയില്ല ഇത് വെച്ച് അടിക്കാൻ പറ്റുമെന്ന്. നമ്മളതിൽ പൊള്ള സാധനം വെച്ചിട്ട് അതിൽ ഗോയും കമ്മൊന്നും കാണാനില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് എന്തിനാന്ന് വെച്ചത് അവിടെ വരുമ്പോൾ പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറിയത് മൊത്തം നാഷണൽ റൂട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഇതിൽ കയറിയത്. ഞാൻ ഹൈവേയിൽ കയറിയില്ല ഇതുവരെ. ഓസ്ട്രേലിയ 2 പ്രാവശ്യം വന്നതിൻ്റെ ഇവിടെ 2 പ്രാവശ്യം വന്നപ്പോഴും അതുവഴിയായിട്ട് കയറിയില്ല. ബാക്കി വിശേഷങ്ങൾ എന്തിനാന്നുള്ളത് നോക്കട്ടെ. അടിച്ച ഭാഗ്യം, ഇല്ലെങ്കിൽ കിടക്കണം. ഇവിടെ അവർക്ക് സ്ഥിരം ഈ പണി തന്നെ ഇരിക്കുന്ന തോന്നുന്നു. മഞ്ഞ് ട്രക്കുകൾക്ക് വന്നിട്ട് വലത്തോടെ വേണം കയറി പോകാനായിട്ട്. തിരക്കുകളിൽ ഇതേ പ്രീമാഫ്രിയാൻ വേണ്ടി അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഇത് സ്ഥിരം ഇതിൻ്റെ റൂട്ടുകാരാണ്. Continue for 107 kilometers. Mantente a la izquierda por la A13. In 600 meters, merge onto A13. Sigue por esta carretera. ഇവിടെ നിർത്തേണ്ടി വരും. ആൾക്കാർ ടാക്കോഗ്രാഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് മനസ്സിലായില്ല എന്നൊരു സംഭവം. There's a lane closure ahead. അടിപൊളി. എന്നോട് കമ്പനിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞതേ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് Continue for
206 kilometers. ചിരിച്ചു കാണിച്ചത് ETT അടിക്കേണ്ടത്. ചിരിച്ചു കാണിച്ചു. പിന്നെ സംഭവം എന്നിട്ടാന്നുള്ളത് എനിക്കറിയില്ല. റോഹ ടെർമിനലാ എന്തിന്? ടെർമിനലിന് കുറെ ഇത് എന്തൊരു സംഭവം 7.5 ടൺ. A13 അല്ലെങ്കിൽ A12 വഴിയായിട്ട് പോണം. എന്തായാലും എൻ്റെ മുമ്പിൽ ഒരുത്തം പോകുന്നുണ്ട്. അവൻ്റെ പുറകെ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തോന്നില്ലേ? ടോൾ എന്തായാലും ഗേറ്റ് ഒന്നും കാണാനില്ലേ? അടിച്ചില്ലേ കമ്പനിക്ക് ലോട്ടറി ഇവിടെ വെച്ചറിയാൻ പറ്റും. ഒരു കൊഞ്ഞനമതി കാണിക്കും ടോളുണ്ടെങ്കിൽ. അവിടെ വന്നിട്ട് സൗണ്ട് കിട്ടും. അപ്പം അതിൻ്റെ അർത്ഥം വന്നിട്ട് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നല്ലൊരു ഫൈൻ കമ്പനിക്ക് വരും. അപ്പോൾ കമ്പനി പറയും അടുത്ത പ്രാവശ്യം എന്തിൻ്റെ സംഭവം വെച്ച് ചെയ്തോളാൻ. എന്നോട് ഞാൻ ഇറ്റലിക്ക് പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ഞാനവിടെ കമ്പനിയിൽ ചോദിച്ചിരുന്നു നമ്മുടെ ഈ മെഷീൻ വെച്ചിട്ട് ടോൾ അടിക്കുന്നു. അവർ പറഞ്ഞു അടിക്കേണ്ടതാണ്, പുതിയ വണ്ടിയല്ലേ, പുതിയതിനെല്ലാത്തിനും അടിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഇറ്റലി ചെന്നപ്പോൾ ആ സംഭവത്തിന് തീരുമാനം മനസ്സിലായി ഇത് അവിടെ വർക്ക് ചെയ്യില്ലെന്ന്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഓസ്ട്രേലിയ ഇത് വർക്ക് ചെയ്യുന്നു. അപ്പം എന്നോട് പറഞ്ഞു പിന്നെ ഓസ്ട്രേലിയ തടിക്കും, നമ്മുടെ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നല്ല പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതടിച്ചില്ലെങ്കിൽ കമ്പനിയിലേക്ക് ഫൈനും സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പേപ്പർ വരും. അത് കമ്പനി അടച്ചോളൂ, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചവൻ എനിക്ക് പോലീസ് കൈ പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് അടയ്ക്കും, അടപ്പിക്കുക വരും. ഇല്ലെങ്കിൽ പണി പാലുവെള്ളത്തിൽ. അപ്പം അങ്ങനെ നമ്മൾ ഓസ്ട്രിയയിലേക്ക് കയറി. പുറത്ത് തണുപ്പുണ്ടെങ്കിലും ഭയങ്കര ദാഹമുണ്ട്. താഴത്ത് മഞ്ഞുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, വണ്ടികൾ സാവധാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ഈ വഴിക്കല്ല. എൻ്റെ ഊഹം ശരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജർമ്മനി വഴിയായിട്ട് കയറിയാണ് ഓസ്ട്രിയക്ക്. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം വന്നിട്ട് ഇതിൻ്റെ ബോർഡറിൽ തന്നെയായിരുന്നു. ഏതോ വഴി കൂടെ കയറി ഏതോ വഴി കൂടെ ഇറങ്ങി, ഒരു ലോക്കൽ വഴി കൂടെ ഓസ്ട്രിയയിൽ ജർമ്മനിയിൽ നിന്ന് കയറിയിട്ട്. $104 കിലോമീറ്ററാണ് പറയണത്. 161 106. ദൈവമേ പണി പാടി. ലൈൻ ക്ലോസറാണ് കാണിയത്. എന്തായാലും 103 കിലോമീറ്റർ കഴിയുമ്പോൾ ഒന്നിലേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. മൊബൈൽ സ്പീഡ് ക്യാമറ ഇവിടെ അങ്ങനെ കുഴപ്പമുണ്ടല്ലോ അല്ലേ? റിപ്പോർട്ടഡ് ഹെഡ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50 തന്നെ. പുള്ളി പോണില്ല. ഓസ്ട്രിയ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് പിടിച്ചിട്ടാണ്.
പൂക്കൾ ആ വണ്ടി എന്തായാലും പോകുന്നു തോന്നണില്ല. മിക്കവാറും കൈ കൊടുത്തുകൊണ്ട് വരും. അല്ല, കുറച്ചൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഒച്ച കേൾക്കണുണ്ട്. പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ഇവിടെ ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആണ്. എന്തുട്ടാ കാര്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവനാന്ന് വെച്ചാൽ വണ്ടി ഇട്ട് പോകുന്നില്ല. നമുക്കൊരു 1000 മീറ്ററും കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. വണ്ടിക്കാരുടെ വണ്ടി വലിക്കാത്തതാണോ, മഞ്ഞ് കാരണം കൊണ്ട് ടയർ തിരിയാത്താണോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്ന റൂട്ടല്ല ഇപ്പോഴത്തെ. ഭയങ്കര വ്യത്യാസം, വളരെ വ്യത്യാസം. ഇതേ ചവിട്ടുന്നുണ്ട് പോലെ. എന്ത് കാരണവശാണോ 40 km സ്പീഡാണ്. പാർക്ക് ആൻഡ് വൈറ്റ് എന്ത് റൈറ്റ്? DSVയുടെ വണ്ടികളാണ്. പാർക്കിംഗ് കൂടെ പറഞ്ഞുണ്ട്. ഇവിടെ വന്നിട്ട് 40 സ്പീഡ് ലിമിറ്റ് കാണിക്കണേ. ആ, നല്ലൊരു ഇറക്കണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. പുള്ളി എന്താണ് ലൈൻ ക്രോസ് ചെയ്ത് പോണേ? ഇത് എന്നോട് പൊക്കളാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് കൊടുക്കണോളി. നീ ചവിട്ടിയാ ഞാനും ചവിട്ടും. എന്നാണ് ഓട്ടോമാറ്റിക്കലി ഇട്ടേക്കാം. നാൽപ്പത് സ്പീഡ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ എന്തോ കാര്യമായിട്ടുണ്ട് തോന്നുന്നത്. പുറകിലത്തവനും ചവിട്ടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ലോഡുമായിട്ട് വരുമ്പോൾ തണുക്കാൻ വേണ്ടിയിട്ടാണ് റെഫ്രിജറേറ്റർ ഓൺ ചെയ്തിടാം. ഇതിപ്പോൾ ചൂടാകാൻ വേണ്ടിയിട്ടായിപ്പോയി. -5 ഇപ്പോഴത്തെ പുറത്തെ ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് പൂക്കളും സംഭവങ്ങളായതുകൊണ്ട് 14 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇടാനായിട്ട്. 12-14 ആ റേഞ്ചിൽ. അപ്പോൾ ഇപ്പോൾ തണുപ്പം തോറും ആ സാധനം ചൂടായിക്കൊണ്ടിരിക്കുക, ഹീറ്റാക്കിക്കൊണ്ടിരിക്കുക, ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലൊക്കെ വന്നപ്പോൾ പക്ഷേ എങ്കിലും അത് അവോക്കാഡൊക്കെ കൊണ്ടുവരാറുണ്ട്. പച്ചക്കറികൾ അങ്ങനത്തെ സാധനങ്ങൾ അവോക്കാഡൊക്കെ വരുമ്പോൾ അത് 7 ഡിഗ്രി സെൻറ്റിഗ്രേഡിലിടാം. അതൊരു പ്രാവശ്യം വന്നപ്പോഴേക്കും കോങ്കലാറായിപ്പോയി. അതിനുശേഷം അത് പിന്നെ തണുപ്പ് കാലത്ത് വരുമ്പോൾ കുറച്ചും കൂടെ കൂട്ടിയിടും. കോങ്കലാറാവെന്ന് പറഞ്ഞാൽ ഐസായിപ്പോയി. ഇത് 3 ലൈനല്ലേ ശരിക്കും? എനിക്ക് ഇവൻ്റെ റോളുകൾ എന്തിട്ടാന്നുള്ളത് മനസ്സിലാവണില്ല കേട്ടോ സത്യത്തിൽ. അയ്യോ, അതിന് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തുകൊണ്ടാണ്
അടുത്ത ലൈൻ എടുത്ത് പോണേന്ന്. കാരണം 3 ലൈൻ ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊരു സാധനം ഉണ്ട്. ആ, അതൊരു റഡാറാണ്. ഇതാണോ റഡാറ്? അല്ല, റഡാർ വന്നിട്ട് ഇതിൻ്റെ മുകളിലാണ്. .5 ഓവർടേക്കിങ് പാടില്ല. ആ, ഇവിടെ മറ്റേ സ്കേറ്റിംഗ് ഇതിൻ്റെ പരിപാടി ഉണ്ട്. സ്കേറ്റിങ്ങിൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ താഴത്തുള്ളതൊക്കെ ഹോളിഡേ ഹോംസ് ആണ്. ചെറിയ ചെറിയ വീടുകൾ. അത് മിക്കവാറും ഇവിടെ മഞ്ഞിൽ കളിക്കാൻ വന്ന ടീമുകൾക്കുള്ള പരിപാടിയാണെന്ന് തോന്നണം. ആയിരിക്കണം. ഇവിടെ റഡാറുകളൊന്നും അഡ്വാൻസ് ആയിട്ട് കാണിച്ചു തന്നില്ല. ഇത് ചെറിയൊരു ഗ്രാമമാണ്. ഇനി അവിടം വരെ ഇങ്ങനത്തെ ഇതേ സ്പീഡിൽ തന്നെയാണോ പോകേണ്ടത്? 80 സ്പീഡ് ലിമിറ്റ്. പിന്നെ എന്താ ഈ പുള്ളി പോകത്തേവോ? പുറകിലുള്ളവൻ അതിലേ കയറി. അവന് മനസ്സിലായത് എന്നൊരു കാര്യമില്ല. ഇതിപ്പോൾ എത്ര നാളത്തേക്ക് ഇങ്ങനെ പോകേണ്ടത്? എൻ്റെ പൊന്നു കൂട്ടുകാരോ, 40. .8 40. വീണ്ടും അടിച്ചോടെ. എന്തിട്ട് ഉദ്ദേശിക്കണേ? ഇതെന്നിങ്ങനെ മൊത്തം എങ്ങനെയാണോ? അവിടെ വെച്ചിട്ട് എന്തോ ഒരു സംഭവത്തിന് മാറ്റം വന്നു. എങ്കിലും ഓവർടേക്കിങ് പ്രൊഹിബിറ്റഡ് ആയത് എഴുതിയിട്ടാണ്. അടിപൊളി. PL വണ്ടിയാണ്. ഇവന്മാർക്ക് അറിയാൻ പറ്റില്ല. വീണ്ടും 40 എഴുതി വെച്ചാണ്. ആക്ച്വലി എനിക്ക് മനസ്സിലാവാനില്ല ഇവർ എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു ഇറക്കിറങ്ങി വരുന്നുണ്ട്.
അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കാം. ബ്രേക്ക് പോയിട്ട് ഒരു കടവും രണ്ട് സൈഡിലും വന്നിട്ട് ആദ്യത്തെ സൈഡിൽ വന്നിട്ട് ചെറിയൊരു ഗ്രാമമാണ്. പറഞ്ഞ മാതിരി താഴെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള സംഭവം എനിക്കില്ല. അതേ പോയി. അപ്പം വീണ്ടും കൊത്തി കൊത്തി പോയിക്കൊണ്ടിരിക്കുക. തോന്നരുത് കൂട്ടുകാരാ, അതിനുള്ള പേഷ്യൻസ് ഒന്നും എനിക്കില്ല. ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഒന്ന് ചവിട്ടി വിടാന്ന് മാത്രം. ഇവിടെ ഇതുണ്ടെങ്കിൽ റഡാറണി അടിക്കാണ്ടിരിക്കാനായിട്ട്. ഇവിടെ മുതൽ ഇങ്ങോട്ട് ഓവർടേക്കിങ് പാടില്ല. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പൊ കൂട്ടുകാരെ നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോന്നു. 40 കിലോമീറ്റർ സ്പീഡൊക്കെ മാറ്റുകയും ചെയ്തു. നമുക്കത് ഇത് എവിടത്തുകാരൻ്റെ വണ്ടിയാണെന്ന് അറിയില്ല. അതിന്റെ പുറകെ പോയാലും നമുക്ക് സംഭവം പയ്യനെ അങ്ങോട്ട് നീങ്ങാം. ഇനി ഒരു 150 കിലോമീറ്റർ അടുത്താണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്, ആദ്യത്തെ ലോഡിങ്ങിന് എത്തിക്കും. അപ്പൊ നമുക്കിന്ന് വൈകിട്ട് അവിടെ പോയിട്ട് കിടക്കണം. ബാക്കി അറിയാം നാളെ കാലത്ത്. അപ്പോൾ കൂട്ടുകാരെ സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.